അമേരിക്കയിലെ വട്ടം കറക്കുന്ന റോഡുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ ആ വട്ടം കറക്കുന്ന റോഡുകളെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് കയറി നോക്കിയിട്ട് വീഡിയോസ് ഒക്കെ നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുന്നേ. കൾഡിസാക്ക് എന്ന മലയാളികൾക്ക് പരിചയമില്ലാത്ത റോഡ് ഡിസൈനെ കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അമേരിക്കയിൽ റെസിഡൻഷ്യൽ ഏരിയകളിലാണ് ഇത്തരം ഡിസൈനുകൾ കാണുന്നത്. ഫ്രഞ്ച് ഭാഷയിൽ ഡെഡ് എൻഡ് എന്ന അർത്ഥം വരുന്ന ഒരു വാക്കാണിത്. ഒരു വശത്തോട് മാത്രം പ്രവേശനമുള്ള അറ്റത്ത് വട്ടം കറങ്ങി വരാൻ സൗകര്യമുള്ള റോഡുകൾ. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ത്രൂ ട്രാഫിക് ഉണ്ടാവില്ല. അതായത് വഴിതെറ്റി വരുന്നവരല്ലാതെ പുറത്തു നിന്നുള്ള വണ്ടികൾ ഈ റോഡിലേക്ക് കയറുകയില്ല. നമ്മുടെ നാട്ടിലാണ് കേട്ടോ ഗൂഗിൾ ചേച്ചി വഴിതെറ്റിക്കുന്നത്. ഇവിടെ എല്ലാം പെർഫെക്റ്റ് ആണ്. ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ ഇത്തരം കൾഡിസാക്കുകൾ ഒരു ലോലിപോപ്പിന്റെ ഷേപ്പിലായിരിക്കും കാണുന്നത്. ഈ ഭാഗത്തേക്ക് അധികം തിരക്കുണ്ടാവില്ല, ബഹളമുണ്ടാവില്ല. കുട്ടികൾക്ക് പേടിയില്ലാതെ റോഡിൽ സൈക്കിൾ ചവിട്ടാം, ബാസ്കറ്റ്ബോൾ കളിക്കാം. അയൽവാസികൾ തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടാകും. സാധാരണ നമ്മൾ പറയാറുണ്ട് അമേരിക്കക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അയൽവാസികൾ ആരൊക്കെയാണെന്ന് അറിയാൻ പറ്റുകയില്ലെന്ന്. പക്ഷേ കൾഡിസാക്കില് ഇതൊരു അപവാദമാണ് കേട്ടോ. മാത്രമല്ല വലിയ ട്രക്കുകളോ സ്കൂൾ ബസ്സുകളോ ഒക്കെ ആ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ റിവേഴ്സ് എടുക്കാതെ തന്നെ സുഖമായി തിരിച്ചു പോകാൻ ഈ വലിയ വട്ടം സഹായിക്കും. അമേരിക്കൻ സിനിമകളിൽ നമ്മൾ സ്ഥിരം കാണുന്ന പീസ്ഫുൾ ഏരിയകളിലെ അത് മിക്കവാറും കൾഡിസാക്കിലാണ്. നമ്മുടെ നാട്ടില് പലതരം ഇടവഴികളും വലിയ വഴികളും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സർക്കിൾ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണെന്ന് കമന്റ് ചെയ്യണേ. കൾഡിസാക്കില് റിയൽ എസ്റ്റേറ്റില്, അമേരിക്കയിലെ റിയൽ എസ്റ്റേറ്റില് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് കരുതുന്നത്. കാരണം വളരെ സിമ്പിൾ ആണ്. റീസെയിൽ വാല്യൂ വളരെ കൂടുതലാണ്. കാരണം ട്രാഫിക് ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രൈവസിയും സമാധാനവും ആഗ്രഹിക്കുന്നവർ ഇതിനായി എത്ര പണം വേണമെങ്കിലും നൽകാൻ തയ്യാറാകും. അതുപോലെ തന്നെ കൾഡിസാക്കിലെ പ്ലോട്ടുകൾ പൈ ഷേപ്പിലാണ് ഇരിക്കുന്നത്. മുൻഭാഗത്ത് അധിക സ്ഥലമില്ലെങ്കിലും ബാക്ക് യാർഡ് വളരെ വലുതായിരിക്കും. അപ്പൊ നമ്മുടെ ഇഷ്ടാനുസരണം സ്വിമ്മിംഗ് പൂളും ഗാർഡനും ഒക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ സേഫ്റ്റി വളരെ കൂടുതലായിട്ടാണ് കൾഡിസാക്ക് പറയുന്നത്. കുറ്റകൃത്യങ്ങൾ വളരെ കുറവാണ് എന്നുള്ളതാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അപരിചിതമായ വണ്ടികൾ ആ ഭാഗത്തേക്ക് വന്നാൽ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഏതൊരു അമേരിക്കക്കാരന്റെയും സ്വപ്നമാണ് കൾഡിസാക്കില് ഒരു വീട് വാങ്ങുക എന്നുള്ളത്. ഫാമിലികൾക്കും കുട്ടികൾക്കും ഇത് ഏറ്റവും സുരക്ഷിതമായ ചോയ്സ് ആയിട്ടാണ് അവർ കരുതുന്നത്. കൂടുതൽ പണം നൽകിയാലും സമാധാനത്തിനായി അവർ കൾഡിസാക്കിലെ വീടുകൾ സെലക്ട് ചെയ്യാറുണ്ട്. നിങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ? കൂടുതൽ പണം നൽകിയിട്ട് സമാധാനത്തിനായിട്ട് ഇങ്ങനെയുള്ള സ്ഥലത്തൊരു വീട് തിരഞ്ഞെടുക്കുമോ?